ഇന്നലെ വന്ന പൈസയാണത്. ഞാനത് ഇന്നലെ തന്നെ ഞാൻ പോയിട്ട് ഈ പൈസ ഞാൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അടച്ചതിന്റെ റെസീറ്റും ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവളെ ഫോണിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി ഇനി അടയ്ക്കാനുള്ള എമൗണ്ട് ആണ് ഇവര് ഇതവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതില് ഈ ടിക്കറ്റ് കാണിക്കുന്നില്ല ഇവിടെ. ഈ പൈസ നമ്മൾ ഇനി ബാക്കി കുറച്ച് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യേണ്ട പൈസയാണ്. ഇനി 22,885 രൂപയും കൂടിയും ഈ ഒരു ബാങ്കിൽ അടച്ചു തീർക്കാനുണ്ട്. ഇത് വെച്ചാൽ നമ്മൾ ജാമ്യക്കാരെ വെച്ചിട്ട് അങ്ങനെ എടുത്തൊരു പൈസ ആയതുകൊണ്ട് തന്നെ നമ്മളെക്കാട്ടിൽ ഉപരി ജാമ്യക്കാർക്കാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത്. കൊണ്ട് തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ. കാരണം നമ്മളൊരു പൈസന്റെ കാരണം. ഞാനിന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പിന്നെ നമ്മളെ മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടി എനിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു 100 രൂപ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അത് എനിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ മഷൂറ ഫാത്തിമന്റെ ചാനലിൽ കൂടെ നജില എന്ന് പറയുന്ന ആള് പിന്നെ ഓളെ യൂട്യൂബ് ചാനലിൽ ഇട്ടത് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, എനിക്ക് ഒരു ലോണിന്റെ ഒരു കടബാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരു ജപ്തി നോട്ടീസ് പിന്നെ കഴിഞ്ഞ മാസം നമുക്ക് ഫുൾ എമൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഷംന വ്ളോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിന്റെ ചാനലാണ്. അപ്പോൾ ആ ഒരു ചാനലിൽ കൂടെ ആ ഒരു വീഡിയോ ഞാൻ എനിക്ക് ആ നോട്ടീസ് വന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുകയും പിന്നെ എൻ്റെ ഈ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ചാനലിൽ കൂടെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ആ വീഡിയോ കാണുകയും കുറച്ച് ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു മാസം ഇനിയിപ്പോ 20-ാം തീയതിയുടെ ആ ഒരു പൈസ ലോണ് ക്ലോസ് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൈസ അടയ്ക്കാനുള്ള ഒരു നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ നജില എന്ന് പറയുന്ന ആളെ യൂട്യൂബ് ചാനൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങള് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ പേഴ്സണലായിട്ട് തന്നെ ഞാൻ ഓളെ ദിവസവും വിളിച്ച് കോള് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഈ ഒരു വിഷമങ്ങൾ ഞാൻ അവളോട് പറഞ്ഞതിന് നജില അങ്ങനെ ഒരു വിഷമമുണ്ട്, എന്താ ചെയ്യുക, കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, ഇപ്പൊ നീ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിനക്ക് ചെയ്യാൻ പറ്റുമോ നിന്റെ ചാനലിൽ കൂടെ? അപ്പൊ എന്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാനലാണെങ്കിലും അധികം റീച്ചും കാര്യങ്ങളൊന്നും ഉള്ള ചാനൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ചാനലിൽ കൂടെ ഈ ഒരു കാര്യം നീ ഒന്ന് സംസാരിക്കുമോ എന്ന് ഞാൻ അവളോട് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് അവളെ ചാനലിൽ കൂടെ ഒരു 100 രൂപ ചലഞ്ച് വെച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഓളങ്ങനെ ഒരു ചാനലിൽ ആ ഒരു കാര്യം അവതരിപ്പിക്കുകയും കുറച്ച് നല്ല ആൾക്കാർ എന്നെ സഹായിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് 5,000 രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വരികയും കാണുന്നുണ്ടോന്ന് അറിയില്ല. ഞാനത് ഇന്നലെ ബാങ്കിൽ പോയിട്ട് ആ പൈസ ഞാൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നലെ വന്ന പൈസയാണത്. ഞാനത് ഇന്നലെ തന്നെ ഞാൻ പോയിട്ട് ഈ പൈസ ഞാൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അടച്ചതിന്റെ റെസീറ്റും ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവളെ ഫോണിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി ഇനി അടയ്ക്കാനുള്ള എമൗണ്ട് ആണ് ഇവര് ഇതവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതില് ഈ ടിക്കറ്റ് കാണിക്കുന്നില്ല ഇവിടെ. ഈ പൈസ നമ്മൾ ഇനി ബാക്കി കുറച്ച് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യേണ്ട പൈസയാണ്. ഇനി 22,885 രൂപയും കൂടിയും ഈ ഒരു ബാങ്കിൽ അടച്ചു തീർക്കാനുണ്ട്. ഇത് വെച്ചാൽ നമ്മൾ ജാമ്യക്കാരെ വെച്ചിട്ട് അങ്ങനെ എടുത്തൊരു പൈസ ആയതുകൊണ്ട് തന്നെ നമ്മളെക്കാട്ടിൽ ഉപരി ജാമ്യക്കാർക്കാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത്. കൊണ്ട് തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ. കാരണം നമ്മളൊരു പൈസന്റെ കാരണം കൊണ്ട് തന്നെ ജാമ്യക്കാര് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെൽപ്പ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഈ വിഷമങ്ങൾ കണ്ട് നമ്മളെ സഹായിക്കാതെ നമുക്ക് ആൾക്കാരില്ല. പിന്നെ വെച്ചാൽ എനിക്ക് 3 മക്കളാണുള്ളത്. 3 മക്കളിൽ 2 ഓരോരോ അസുഖങ്ങളാണ്. ഒരു മോക്ക് 9-ാം മാസത്തിൽ തന്നെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് സ്കാനിങ്ങിൽ കണ്ടതാണ്. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ മെയ് 6-ാം തീയതിക്ക് നമുക്ക് ബുക്ക് ചെയ്തതാണ്. ഒരു ഓപ്പറേഷൻ ഡേറ്റ് തന്നിട്ടുണ്ട് മെയ് 6-ാം തീയതിക്ക്. അപ്പോൾ അതേപോലെ തന്നെ ചെറിയ മോക്ക് ഞാൻ നജില അതിൽ പറഞ്ഞതുപോലെ തന്നെ അനീമിയന്റെ ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളതും നമുക്ക് ടെസ്റ്റില് കണ്ടതാണ്. അതിന്റെ ഹോസ്പിറ്റലിലെ കടലാസാണിത്. അപ്പൊ ഇതില് വ്യക്തമായിട്ട് എഴുതിയുണ്ട് ചെറുതിന് അസുഖം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതൊന്നും കളവല്ല. കാരണം നമുക്ക് ആരെയും കളവ് പറഞ്ഞിട്ട് ആരെയും ഒരു 10 രൂപ നമുക്ക് സമ്പാദിക്കാൻ ആഗ്രഹമില്ല. കുറെ ആൾക്കാരുള്ള വീഡിയോ കണ്ടിട്ട് പറഞ്ഞു പിന്നെ വീട് ജപ്തി ചെയ്ത് പോയിക്കോട്ടെ, വീട് വിറ്റിട്ട് കടം തീർക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ കമന്റില് ഒരുപാട് പറയുന്നത് കണ്ടു. വീട് വിറ്റിട്ട് പോയി നമ്മൾ കടം തീർത്തിട്ട് കൊടുക്കാന്ന് വെച്ചാല് പിന്നെ
നമ്മൾ എന്താ പറയാ, കഷ്ടപ്പെട്ടിട്ട് തന്നെ എല്ലാവരും ഒരു വീട് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമുക്ക് അതിൽ കടബാധ്യതകൾ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജനങ്ങളോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കണം. ഒരു ചോദ്യമല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ.